ബാല്യത്തിലും കൗമാരത്തിലും മനസ്സിലും ശരീരത്തിലും ഏറ്റ മുറിവുകൾ ഒരു വ്യക്തിയെ എത്രമാത്രം തകർത്ത് കളയും, പ്രതികാരദാഹിയാക്കി മാറ്റും, ജീവിതത്തെ മുച്ചൂടും തകർക്കും എന്നുള്ള അനുഭവങ്ങളാണ് ബ്രദർ ജോയി തെക്കുംചേരിക്കുന്നൽ ചെമ്മലമറ്റം നമ്മളോട് കഴിഞ്ഞ എപ്പിസോഡിൽ പങ്കുവച്ചത്. ഇന്ന് അദ്ദേഹം കർത്താവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൽ ഉള്ളത്തിൽ അനുഭവിച്ചപ്പോൾ, ഈശോ ഉള്ളിൽ വന്നപ്പോൾ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ തൻ്റെ മാത്രമല്ല തൻ്റെ അപ്പൻ്റെ മാനസാന്തരത്തിനും തുടർന്ന് അനേകരുടെ വിടുതലിന് കാരണമായി തീരാനുമൊക്കെ ദൈവം ഇദ്ദേഹത്തെ ഉപയോഗിച്ച ആ അനുഭവകഥകൾ നമ്മളോട് പങ്കുവയ്ക്കുന്നു. ബ്രദറെ, സ്വാഗതം വീണ്ടും. അങ്ങ് ആദ്യത്തെ ധ്യാനം കൂടി വീട്ടിൽ വന്നു. വീട്ടിൽ വരുമ്പോഴുള്ള ആ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു? അപ്പനോടുള്ള അങ്ങയുടെ കാഴ്ചപ്പാടിൽ വല്ല മാറ്റമൊക്കെ വന്നിരുന്നു? മാറ്റം വന്നിരുന്നു. ധ്യാനമന്ദിരത്തിൽ വെച്ച് ആന്തരിക സൗഖ്യ ശുശ്രൂഷ നടക്കുകയാണ്. അപ്പോൾ പരിശുദ്ധ കുർബാന എഴുന്നേറ്റ് വെച്ചിട്ടുണ്ട്. എല്ലാവരും കണ്ണടച്ച് ഇരിക്കുന്ന സമയത്ത് അച്ഛന്മാർ നമുക്ക് വേണ്ടി ആന്തരിക സൗഖ്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഞാനൊരു കാഴ്ച കണ്ടു. ഒരു വലിയ മനുഷ്യഹൃദയം, അത് കൈതച്ചക്കയുടെ മുള്ളു പോലെ വല്ലാണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കടാര കൊണ്ട് ഇങ്ങനെ കുത്തിക്കീറി അവിടെ ഇവിടെ എല്ലാം കാണുന്നുണ്ട്. അതിൻ്റെ കോളുവ വീർത്ത് അവിടുന്ന് പഴുപ്പും ചെന്നീരും വെള്ളവും ഒക്കെ ഇരുന്ന് ഞാനിങ്ങനെ കണ്ണുകൊണ്ട് കാണുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇതാണ് എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ. ഇതെൻ്റെ മനസ്സാണ്. ഇതിന് ഒരു സ്വസ്ഥതയും, ഇത് ഉറങ്ങുന്ന മനസ്സല്ല, മെറിക്കുക അത് ഇങ്ങനെ. അതാ ഞാൻ കാണുന്നത്. അത് കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് ഇങ്ങനെ കർത്താവിൻ്റെ കരം ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ വന്ന് ഇത് തൊടുകയാണ്. തൊടുന്ന നിമിഷം പിന്നീട് അതൊരു നല്ല മാംസള ഹൃദയമായിട്ട് കാണുന്നു. ഒന്ന് രണ്ടാമതൊരു പ്രഭയുള്ളതുപോലെ ഞാൻ കാണുന്നു. ആ ദർശനം അപ്പോഴേ മാറിപ്പോയി. ആ സമയത്ത് എൻ്റെ ഉള്ളിൽ നടന്ന സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അമ്മിക്കല്ല് നമ്മുടെ ചങ്കിൻ്റെ അകത്ത് കെട്ടിക്കൊണ്ട് നടന്നാൽ എന്നതുപോലെ ഒരു ഭാരമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ ഭാരം നീങ്ങിപ്പോയി. ഭാരം മാറുന്നത് ഞാൻ അനുഭവിച്ചു. നിന്റെ ഭാരം എൻ്റെ തരും, ഞാൻ താങ്ങിക്കൊള്ളാമെന്ന് പറയുന്നുണ്ടല്ലോ. വാസ്തവത്തിൽ എൻ്റെ ഭാരം കർത്താവ് ഏറ്റെടുത്തു. ഞാൻ ഒരു ഉയർന്ന പോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഒരു ചെമ്പടുപ്പിലേക്ക് നമ്മൾ ഇച്ചിരി കുറേ വെള്ളം ഒഴിച്ചാൽ തീനാളം കെടുകയുള്ളൂ, കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചാൽ കനൽ കെടുകയുള്ളൂ. പക്ഷെ അടി ചൂട് കാണും. പക്ഷേ എൻ്റെ മനസ്സിൽ ഭയങ്കരമായൊരു തണുപ്പ് പരിശുദ്ധാത്മാവാണല്ലോ, ആ തണുപ്പ് ഞാൻ അനുഭവിച്ചു. അതുവരെയും വിങ്ങുന്ന ചുട്ടുപൊള്ളുന്ന എൻ്റെ മനസ്സ് ആന്തരിക സൗഖ്യ ശുശ്രൂഷ സമയത്ത്. വാസ്തവത്തിൽ ഇതുപോലെയുള്ള ദൈവിക ശുശ്രൂഷകളിലൂടെ നമുക്ക് ലഭിക്കുന്ന, മനുഷ്യർക്ക് ലഭിക്കുന്ന ഈ സമാധാനം, അതൊരു കേവലം ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റോ ഒന്നും അല്ലെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നേരിട്ട് ഇടപെടുന്ന ഒരു അനുഭവമാണിത്, അല്ലേ? അങ്ങേക്ക് പിന്നീട് തുടർന്നുള്ള മണിക്കൂറുകളിൽ അല്ലെ തുടർന്നുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് ഇത് പിന്നീട് അനുഭവപ്പെടാൻ തുടങ്ങിയത്? ഞാനിങ്ങനെ എനിക്ക് വലിയൊരു ആന്തരിക സമാധാനം കിട്ടി, സൗഖ്യം കിട്ടി. പരിശുദ്ധാത്മാഭിഷേക പ്രാർത്ഥനയെല്ലാം വന്നപ്പോഴത്തേനും പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം എനിക്ക് താങ്ങാവുന്നിടത്തോളം എൻ്റെ ഹൃദയത്തിലോട്ട് നിറയുകയും സമാധാനം എന്തെന്ന് ഞാൻ അറിയുകയും സന്തോഷം, ഈശോ എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് ഞാനിതെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞ് യോഹന്നാന്റെ സുവിശേഷത്തിലെ ആ വചനം, ആ സന്തോഷം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ആനന്ദം എന്താണ് ഞാൻ അനുഭവിച്ചു. അങ്ങനെ വലിയ സന്തോഷത്തോടുകൂടി ഒരു പഞ്ഞിക്കെട്ട് ആകാശത്തോട് പറക്കുന്ന പോലെയാണ് ആ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുന്നത്. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് സന്ധ്യാസമയത്ത് പ്രാർത്ഥന, അതുപോലെ പ്രാർത്ഥന കഴിഞ്ഞു. അന്ന് ധ്യാനം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാനൊരു പേടി ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് വീട്ടിൽ പോകണമെന്നുള്ള സന്തോഷം. മുമ്പൊക്കെ ഈ വീടെന്ന് പറഞ്ഞ തന്നെ ഒരു പേടിയായിരുന്നു. ധ്യാനം കഴിഞ്ഞപ്പോ വീട്ടിൽ പോകാൻ സന്തോഷമായി. ഞാൻ മാറിയപ്പോൾ എനിക്ക് എൻ്റെ വീടും സ്വീകാര്യമായി. വീട്ടിൽ ചെന്നു, കുരിശുവര കഴിഞ്ഞു, സ്തുതിയല്ലേ. അതിനുശേഷം ഞാൻ മുട്ടുകുത്തി ഫാദറിന്റെ കാലിലോട്ട് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. ഫാദറിനോട് അങ്ങോട്ട് പറഞ്ഞു. അപ്പം അത് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഫാദർ പെട്ടെന്ന് തന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഇങ്ങനെ കയറി കെട്ടി അങ്ങോട്ട് പിടിച്ചു. 25 വയസ്സുണ്ട് എനിക്ക്. അതിന് മുമ്പ് എന്നെ തല്ലാൻ പിടിച്ചതായിട്ട് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ.
ഈ കൈ കൊണ്ട് എന്നെ കെട്ടി അങ്ങോട്ട് ഫാദർ അങ്ങോട്ട് അതിന് മുമ്പ് ഒരിക്കൽ പോലും അപ്പൻ ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ചതായിട്ടുള്ള ഒരു അനുഭവം ഇല്ല. അനുഭവം എനിക്കില്ല. ഫാദറും കരഞ്ഞു, ഞാനും കരഞ്ഞു. അതിലൊക്കെ ഇതായിട്ട് ഇത് കണ്ടുകൊണ്ട് വീട്ടിൽ ബാക്കിയുള്ളവർ നോക്കി നിൽക്കുക. അവരും കരഞ്ഞു. അല്ല, അവരും കരഞ്ഞു. അവർ നോക്കി നിൽക്കുകയാണ്. കാരണം ഞാനും ഫാദറും തമ്മിലുള്ള അകലം എന്തായാലും ഒരു പ്രാവശ്യം എനിക്കൊരു തുണി കൊടുക്കാൻ എടുത്ത് തന്ന ഫാദറിന്റെ തുണിയാണ് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ അമ്മയുടെ മുന്നിൽ വെച്ച ചുരുട്ടി പന്ത് പോലെ ആക്കിയിട്ട് ഞാൻ വലിച്ചെറിഞ്ഞു മുറ്റത്ത് പോലും കിടക്കുക. അതുപോലെ ഫാദറിന്റെ തുണിയും വെറുത്ത ഞാനാണ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിച്ചു നിൽക്കുന്നു. വലിയ ധ്യാനമന്ദിരത്തിൽ വെച്ച് കിട്ടിയ അതേ അഭിഷേകം അന്നേരം എന്റെ മേൽ വന്നു. പിറ്റേ ദിവസം നേരം വെളുത്തു, ഫാദർ എന്നെ വിളിച്ചു, എടാ നീ പോയി കൂടിയ ധ്യാനം എനിക്കും കൂടണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ പറഞ്ഞു. അപ്പൊ ശരിക്കും ആ ഒരു രാത്രിയിൽ അപ്പൻ ശരിക്കും ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഈ മകന് ഈ ജീവിതത്തിൽ ഇത്രമാത്രം വലിയ മാറ്റം വരാൻ, അപ്പനെ കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിക്കാൻ എങ്ങനെ അവന് സാധിച്ചു എന്നുള്ളത് അല്ലേ. ഞാൻ ധ്യാനം ബുക്ക് ചെയ്തു, ഫാദർ പോയി കൂടി, ധ്യാനം കൂടിയ ശേഷം വീട്ടിൽ വന്നു, വളരെ സന്തോഷത്തോടെ വന്നു. എന്നിട്ട് അപ്പൻ പോയി ധ്യാനം കൂടി. ശരി, പിറ്റേ ആഴ്ച തന്നെ പോയി. അടുത്ത ധ്യാനം ബുക്ക് ചെയ്തു, ആ ധ്യാനം പോയി കൂടി വെച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം എന്നോട് പറഞ്ഞു, എടാ എൻ്റെ കാര്യം അറിയത്തില്ല, എൻ്റെ അപ്പനിൽ നിന്ന് എനിക്ക് കിട്ടിയ വിഷമങ്ങളും വേദനകളും മുറിപ്പാടുകളും എത്രയാണെന്ന് നിനക്കറിയാമോ ചോദിച്ചു. എനിക്ക് തോന്നുന്നു ഈ ധ്യാനത്തിൽ പങ്കെടുത്തോണ്ടിരുന്നപ്പം അപ്പന് മനസ്സിലായി അപ്പൻ ഇങ്ങനെ ഒരു സ്വഭാവം രൂപപ്പെടാനുള്ള കാരണം അത് തന്നെ അപ്പന്റെ അപ്പനിൽ നിന്ന് കിട്ടിയ അനുഭവമാണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഈ അപ്പനെ വലിയ കാര്യമായിട്ട് കുറ്റം പറയാൻ പറ്റിയില്ല. അപ്പൊ ഈ ആന്തരിക മുറിവുകൾ ഏറ്റ മനുഷ്യൻ അവന് കെട്ടുതല്ലേ കൊടുക്കാൻ പറ്റും. അപ്പൊ മുറിവേറ്റവനെ, അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഞാൻ നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തുന്ന ദൈവമാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ്, നീ എന്റെ അടുക്കലോട്ട് പോ, ഞാൻ വൈദ്യന് ഔഷധമാണ്, നിന്നെ ഞാൻ തൊട്ട് സുഖപ്പെടുത്താം. സത്യമാണ്, ചെന്നാൽ അവൻ തൊടും. ഈ ധ്യാനം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള അപ്പന്റെ ഇടപെടലൊക്കെ എങ്ങനെയായിരുന്നു? അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കോപത്തെ നിയന്ത്രിക്കാനായിട്ട് ഫാദറിന് കുറെ പരിശീലനമായിരുന്നു. ഒത്തിരി ശാന്തമായി. അത് കഴിഞ്ഞ് അവസാനമായപ്പോഴത്തേക്കും നിരന്തരമായ പ്രാർത്ഥനയിലായി. എന്നിട്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടെ പറയുമായിരുന്നു, ഇത്രയും കോപമുള്ള അപ്പനെ എങ്ങനെ അയക്കാൻ മേലാതെ കിടക്കുമ്പോൾ എന്നാ ചെയ്യുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ട് ഫാദർ വളരെ സൗമ്യനായി. എന്ന് വെച്ചാൽ സംഖ്യയുടെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിലോട്ട് പറയുന്നുണ്ടല്ലോ, മോശ ഭൂമുഖത്തന്ന് ഉണ്ടായിരുന്നവരെക്കാട്ടിലും സൗമ്യനായ മനുഷ്യനായിരുന്നെന്ന്. അതേസമയത്ത് മോശയെക്കുറിച്ച് പറയുന്നു, ക്ഷിപ്രകോപി ഒറ്റയടിക്ക് ഒരുത്തരെ കൊന്ന് കുഴിച്ചിട്ട മനുഷ്യൻ എന്ന് പറഞ്ഞതുപോലെ ഫാദർ ആകെ മാറി. 2 കൈയും തളർന്ന് 1 കാലും തളർന്ന് ആളുകൾ ഞങ്ങൾ നോക്കി. ഒരു അരിശവുമില്ല, ഒരു ദേഷ്യവുമില്ല, വന്നവരോടൊരു പരാതിയില്ലാതെ ഞങ്ങളുടെ കൈ കിടന്ന് നല്ല മരണം. എനിക്ക് ശുശ്രൂഷ മാനസാന്തരപ്പെട്ട് തന്നെയാണ് മരിക്കുന്നത്. മാനസാന്തരപ്പെട്ടാ മരിക്കുന്നത്. നല്ല മരണമാണ്. സൗഖ്യം കിട്ടിയാ മരിക്കുന്നത്. ഉദാശകളെല്ലാം ഭംഗിയായിട്ട് സ്വീകരിച്ച് തന്നെയാണ് മരിച്ചത്. പിന്നീടുള്ള അങ്ങയുടെ ജീവിതം എങ്ങനെയാ പിന്നെ മുന്നോട്ട് പോയി? അപ്പൻ ഏത് കാലഘട്ടത്തിലാണ് മരിക്കുന്നത്? മരിച്ചിട്ടിപ്പോ 13-12 വർഷത്തോളമായി മരിച്ചിട്ട്. അത്രേ ആയുള്ളൂ. ശരി, പിന്നീട് അങ്ങ് ഈ ശുശ്രൂഷ ജീവിതത്തിലേക്കൊക്കെ കടന്നു വരുന്നത് എങ്ങനെ? അത് കഴിഞ്ഞിട്ട് പിന്നെ ധ്യാനമന്ദിരത്തിൽ നിന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങളൊരു ആത്മീയ ഗുരുവിനെ തിരഞ്ഞെടുക്കാതെ മുന്നോട്ട് പോകരുത്, വീഴ്ച ഉണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്ക് ആത്മീയ ഗുരുവിനെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിച്ചു. രണ്ടാമത് നിങ്ങളുടെ ഇടവകയിൽ ഒരു 2-3 പേര് നിങ്ങളുടെ ധ്യാനം കൂടി ഒരുമിച്ച് കൂടി ഒരു പ്രേയർ ഗ്രൂപ്പ് ഉണ്ടാക്കണം. ദൈവാനുഗ്രഹത്താൽ അത് എനിക്ക് സാധിച്ചു. എന്നിലൂടെ ദൈവം ഇടപെട്ടു. അപ്പൊ ആത്മീയ ഗുരുവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ 3 വർഷക്കാലം എന്നെ കൊണ്ടു നടന്ന് ഒത്തിരി ഫാദർ ജോർജ് തെക്കേമുറി അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം പാലായിലുണ്ടായിരുന്ന അച്ഛന്. അപ്പോൾ ഒത്തിരി ബൈബിൾ കോഴ്സുകളും കൗൺസിലിംഗ് കോഴ്സ് അന്നൊക്കെ ധ്യാനം കഴിയുമ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു വിടുവായിരുന്നല്ലേ, നിങ്ങൾക്ക് ഒരു ആത്മീയ ഗുരു ഉണ്ടാകണം, ഇടവകയിൽ ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ടാകണം, നിങ്ങൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിർദ്ദേശങ്ങളൊക്കെ തന്നുവിടുമായിരുന്നു. വേറെ ഒരു കാര്യം സാധിച്ച് തന്നുവിടുക മാത്രമല്ലായിരുന്നു അല്ലേ? അതായത് വരുന്നവര് മാനസാന്തരപ്പെടണം, പുതിയ സൃഷ്ടികളായി തീരണം, അവര് സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനപ്പെടുന്നവരായി തീരണം. അങ്ങനെ അന്ന് ധ്യാനിപ്പിക്കുന്നവർക്കും ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അവർ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണല്ലോ അങ്ങയോടൊക്കെ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നുവിട്ടത്. അത് അക്ഷരം പ്രതി പാലിക്കാൻ പറ്റി അല്ലേ? പാലിക്കാൻ പറ്റി. ഞങ്ങളുടെ ധ്യാനത്തിലാണ് ഒരു തലവേദന പോലും മാറിയതായിട്ടോ ഒരു രോഗശാന്തിയോ ഒന്നും അവിടെ നടന്നിട്ടില്ല. പക്ഷെ ഭയങ്കരമായ ദൈവത്തെ സ്നേഹിക്കാനല്ല, ദൈവാനുഭവത്തിലേക്കല്ല. അതായത് ആ കാലഘട്ടത്തിൽ ധ്യാനങ്ങളിൽ ഊന്നൽ കൊടുത്തിരുന്നത് ശരിക്കും വ്യക്തികളുടെ മാനസാന്തരത്തിനായിരുന്നു. ഈ രോഗശാന്തിക്കോ മറ്റ് അത്ഭുതങ്ങൾക്കോ ഒന്നും അല്ലായിരുന്നു. അതൊക്കെ കൂടുതലങ്ങ് സംഭവിച്ചോളൂ.
പക്ഷെ ഇത് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു അല്ലേ? വരുന്നവരെല്ലാം നിശ്ചയമായിട്ടും ദൈവത്തെ അറിയണം, പുതിയ മനുഷ്യരായി തീരണമെന്നുള്ള ആ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രയോജനം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അല്ലേ? ധ്യാനത്തിൽ ഒരു തകർന്ന ഒരു മനുഷ്യനെ പറഞ്ഞു വിട്ടാൽ ഗ്യാരണ്ടി ആയിരുന്നു ഇവൻ രക്ഷ പ്രാപിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു. ധ്യാനം പ്രയർ ഗ്രൂപ്പ് അന്വേഷിച്ച് ഗ്രൂപ്പിലേക്ക് ആൾക്കാർ വരുമായിരുന്നു. എവിടെയെങ്കിലും പോയി ധ്യാനം കൂടിയാൽ അവിടെ എല്ലാം ഇത് പറഞ്ഞു വിടും. അത് കാരണം അവർ അന്വേഷിക്കും. അങ്ങനെ ഗ്രൂപ്പിലേക്ക് ധ്യാനം കൂടുന്നവർ വന്നുകൊണ്ടിരുന്നു. ഇന്നങ്ങനെ കാണുന്നില്ല. ആ ഗ്രൂപ്പിൽ നിന്നാണ് അങ്ങ് പിന്നീട് മെല്ലെ മെല്ലെ അതായത് ഈ തെക്കാമുറി അച്ഛനോടുള്ള ബന്ധത്തിലാണ് പിന്നീട് ഈ ശുശ്രൂഷയിൽ വളരുന്നത് അല്ലേ? ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് മുഴുവൻ സമയം ശുശ്രൂഷയായിരുന്നോ അതോ എന്തെങ്കിലുമൊക്കെ അങ്ങ് ജോലിയോ കാര്യങ്ങളോ ബിസിനസ്സോ കൃഷിയോ? എനിക്ക് ഈ ദൈവസ്നേഹാനുഭവം കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ജീവിതം എന്നല്ലോ, അഴികെ ലാസറിനെ ഏറ്റതുപോലെയല്ലേ എൻ്റെ ജീവിതം. ഇനി എന്നെ ഏൽപ്പിച്ചതിന് വേണ്ടി, എന്നെ എഴുന്നേൽപ്പിച്ച് നിനക്ക് വേണ്ടിയിട്ട് ഒരു ജീവിതം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കർത്താവെ നിനക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു തീരുമാനം എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എനിക്ക് വേറെ ഒന്നും വേണ്ട, ഒരു നിമിഷം പോലും കർത്താവിനെ പിരിഞ്ഞിട്ടുള്ള ഒരു ഏർപ്പാടും വേണ്ട. അപ്പൊ പിന്നെ എങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരുന്നത്? കൃഷിയൊക്കെ ഉണ്ടായിരുന്നു? കൃഷി ഉണ്ടായിരുന്നു. ഞാൻ ഉള്ള സമയത്ത് ഫാദർ എന്നോട് പറയും, നീ പോക്കൂ, മുട്ടുകുത്തി കൈ രണ്ടും വെച്ച് എന്നെ അനുഗ്രഹിച്ചിട്ട് വിടും, നീ പോക്കൂ, ഞാൻ നോക്കിക്കോളാം. അത് ശരി. പരിപൂർണ്ണ സപ്പോർട്ടായിരുന്നു. ധ്യാനം കഴിഞ്ഞു വന്നാലും എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുന്ന ഒരു ഫാദറായിരുന്നു ആള് മാറിയത്. അത്രയും മാറ്റം വന്നു. എല്ലാ ശുശ്രൂഷകൾക്കും എന്നെ പറഞ്ഞു വിടുകയായിരുന്നു, പൊക്കോ, നീ പൊക്കോ, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. ശരി. അപ്പൊ തെക്കാമുറിച്ചിന്റെ അന്ന് ധാരാളം ധ്യാനങ്ങൾ ഉണ്ടായിരുന്നു. ഇടവക ധ്യാനങ്ങളായിട്ടും ധ്യാന മന്ദിരങ്ങളിലുള്ള 5 ദിവസത്തെ ധ്യാനമായിട്ടും എൻ്റെ ഏകദിനം. അപ്പൊ അതിനെല്ലാം അച്ഛൻ എന്നെ കൊണ്ടുപോകുമായിരുന്നു. അപ്പൊ അച്ഛൻ്റെ കൂട്ടത്തിൽ തുടർച്ചയായിട്ട് അങ്ങനെ ധ്യാനങ്ങൾക്ക് പോകാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു. അങ്ങ് ഈ ധ്യാനങ്ങളിലൊക്കെ ഈ ആന്തരിക സൗഖ്യത്തിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു എന്നിങ്ങനെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതായത് ചെറുപ്പത്തിൽ അങ്ങ് അനുഭവിച്ച ആന്തരികമായിട്ടുള്ള ആ മുറിവുകൾ, ആ പ്രശ്നങ്ങൾ, അതൊക്കെ സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് അനേകർക്ക്, ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് വിടുതൽ കിട്ടാനായിട്ട്, സൗഖ്യം കിട്ടാനായിട്ട് ദൈവം അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങി അല്ലേ? തുടങ്ങി. ധ്യാനങ്ങളിൽ എങ്ങനെയുള്ള ക്ലാസ്സുകളും ശുശ്രൂഷകളും ഒക്കെ ആയിരുന്നു അങ്ങ് കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്? എനിക്ക് തന്നുകൊണ്ടിരുന്നത് ആന്തരിക സൗഖ്യ, ക്ഷമിക്കുന്ന സ്നേഹം, പിന്നെ സഹനത്തിന്റെ നമുക്ക് പറ്റിയ വിഷയങ്ങൾ തന്നെയായിരുന്നു. സഹനത്തിന്റെ ക്ലാസ്, ഇത് 3. അപ്പൊ ഞാൻ എന്താ പറയുക, എനിക്ക് ഒത്തിരി ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ആന്തരിക സൗഖ്യത്തെ കുറിച്ചുള്ള ക്ലാസ്സുകൾ പറയുമ്പോൾ, എൻ്റെ ജീവിതാനുഭവങ്ങൾ ചേർത്ത് വെച്ച് പറയുമ്പോൾ അനേകരുടെ കവിളിക്കൂടി ഇങ്ങനെ കണ്ണുനീര് അറിഞ്ഞൊഴുകുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആന്തരിക സൗഖ്യത്തിന്റെ ക്ലാസ് കഴിഞ്ഞേച്ച് നമ്മൾ പോകുമ്പോഴത്തേനും പലരും കൗൺസിലിങ്ങിന് ഓടി വന്നിട്ടുണ്ട്. എന്നെ ഈ അനുഭവം ഉള്ളവർ അവർക്കൊക്കെ കർത്താവ് സൗഖ്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെയും പോകണം, കർത്താവിന് വേണ്ടി വേല ചെയ്യണം എന്നൊരു ചിന്ത അതെല്ലാം ഉണ്ടാകാനത് കാരണമായി. ഈ ക്ഷമിക്കുന്ന സ്നേഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതേ അവസ്ഥയിലുള്ള അനേകർക്ക് അതൊരു വലിയ അനുഭവമായിട്ടും മാറാറുണ്ടായിരുന്നു അല്ലേ? ഉണ്ട്. ഒരു ധ്യാനത്തിൽ വെച്ച് ഒരു സഹോദരന് എൻ്റെ അടുക്ക് വന്ന് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അപ്പനെ കൊല്ലാൻ വേണ്ടിയിട്ട് 2 പ്രാവശ്യം നോക്കി, പറ്റിയില്ല. 3ാമത്തെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ധ്യാനം അവിടെ നടക്കുന്നത്. ധ്യാനത്തിനും അദ്ദേഹം വന്നില്ല. അപ്പോൾ കൗൺസിലിംഗ് കൊണ്ട് നീ വേണം അതിനൊന്ന് പോകുന്ന ആരുടെ കൂട്ടുകാർ പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ്റെ അടുക്ക് വന്ന വെച്ച് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഇതാണ് എനിക്ക് എൻ്റെ അപ്പനെ കൊല്ലാനായിട്ട്, അതാണ് എൻ്റെ ലക്ഷ്യം. എനിക്ക് അതിലൂടെ എൻ്റെ ജീവിത സായുജ്യം നേടി എനിക്ക് നേരെ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. ഞാൻ ചോദിച്ചു എന്താ കാര്യം? അപ്പോൾ അവൻ പറഞ്ഞത്, അവനോടൊരു എൻ്റെ ഫാദറിൻ്റെ കാര്യം പറഞ്ഞതിനേക്കാളും ഇരട്ടിയായിട്ട് ഉള്ള ഒരു മനുഷ്യനായിരുന്നു ആ മനുഷ്യൻ. എന്തോ ഒരു ജോലി ഇവനോട് ചെയ്യാൻ പറഞ്ഞു. അപ്പം കുടിക്കുന്ന ആളായിരുന്നു. വന്നപ്പോൾ ഈ ജോലി ഇവൻ ചെയ്തില്ല. ഉടനെ അവിടെ വെച്ച് പറഞ്ഞു, നിന്നെ ഞാൻ കൊന്ന് ഇവിടെ കുഴിച്ചു മൂടാൻ പോകാമെന്ന് പറഞ്ഞ് ഇവനെ നിർത്തിക്കൊണ്ട് പുള്ളി ശവക്കുഴി വെട്ടു. അപ്പൊ ഇവനറിയാം ഒരു തൂമ്പ ഇവന്റെ തലക്കിട്ട് അടിക്കുമെന്ന് ഇവന്റെ വ്യക്തി. ഞാൻ കൊച്ചെ നിനക്ക് ഇറങ്ങി ഓടാമല്ലായിരുന്നു ചോദിച്ചു. അയ്യോ രാക്ഷസനാന്ന് പറഞ്ഞു ഓടിയിട്ടുണ്ട്. അവിടെ വെച്ച് തന്നെ കൊല്ലുന്ന എനിക്കറിയാം. പേടിച്ചവൻ അവിടെ നിന്ന്. അവസാനം ഇവൻ കുഴി ഇങ്ങനെ താത്തോണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ദൈവമേ എന്ന് ഏതാണ്ട് ഒരു ഒച്ച അലറി ഇവൻ അങ്ങോട്ട് കാറി. ഉടനെ ഈ അപ്പൻ ആ തൂമ്പായും വലിച്ചെറിച്ച് ഒറ്റ ഓട്ടവും വെച്ച് കൊടുത്തു. അന്ന് അവൻ തീരുമാനിച്ച ഈ മകനെ കൊല്ലണമെന്ന്. എൻ്റെ വളരെ കൗൺസിലിങ്ങിൻ്റെ ഒരു മണിക്കൂറോളം അവനോട് സംസാരിച്ചു. എൻ്റെ അനുഭവം ഞാൻ പച്ചയ്ക്ക് ആ മനുഷ്യനെ പറഞ്ഞു കേൾപ്പിച്ചു തല കൈവച്ച് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞു, എൻ്റെ പൊന്നു മോനെ അപ്പനോട് ക്ഷമിക്കാവോ? ഈശോ പറഞ്ഞു ക്ഷമിക്കാനാ. അവൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ ഒന്നും നോക്കി. ഞാൻ പറഞ്ഞു കർത്താവ് ക്ഷമിക്കാൻ യേശു മോനെ അനുഗ്രഹിക്കുമോ? അവൻ പറഞ്ഞു അവൻ്റെ കണ്ണ് നിറഞ്ഞു വിടാൻ തുടങ്ങി. അവൻ്റെ കണ്ണ് ഉണങ്ങിയിരുന്ന കണ്ണ. അവൻ കരയാൻ തുടങ്ങി. അവസാനം ക്ഷമിക്കാമെന്ന് പറഞ്ഞു. ആ കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് അവന് ഒറ്റ ധ്യാനത്തിൽ വന്നിട്ടില്ല.
പിന്നെ തെക്കാമ്പളച്ചൻ്റെ അടുത്തോട്ട് ഞാൻ പറഞ്ഞു വിട്ടു. അച്ഛനും കൂടി അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ബാക്കി ധ്യാനങ്ങളെല്ലാം അവൻ കൂടി. അവൻ്റെ മുഖം ഞങ്ങൾ കണ്ടു. ആ ധ്യാനം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ പഴയ മുഖമല്ലായിരുന്നു. അപ്പം അങ്ങനെയുള്ള പല അനുഭവങ്ങൾ, ശുശ്രൂഷയിൽ ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്ന അനുഭവങ്ങൾ, ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു കഴിയുമ്പോൾ ക്ഷമ എന്തൊരു ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ വലിച്ചു വരുത്തുമെന്നുള്ള വിവരം. അങ്ങ് ഈ അനുഭവമൊക്കെ ഉണ്ടായതിനു ശേഷമാണ് അങ്ങ് വിവാഹം കഴിച്ചതും മക്കളൊക്കെ ഉണ്ടായതും. അതുകൊണ്ട് ഈ പാരമ്പര്യമായിട്ട് അപ്പനിലൂടെ കടന്നു വന്ന അങ്ങേക്ക് കിട്ടിയ അനുഭവം അടുത്ത തലമുറയിലേക്ക് കടന്നുപോയില്ല. ഇവിടെ കൊണ്ട് ബ്രേക്കായി. എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവ് ഇത് എന്നിലൂടെ എൻ്റെ തലമുറയ്ക്ക് പോരുത്, ഇവിടെ കൊണ്ട് തീർക്കണം. നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് 3 പേരുണ്ട്. ആണുങ്ങൾ 2 പേര്. മൂത്തയാള് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുന്നു. അവന് 3 പിള്ളേരുണ്ട്. രണ്ടാമത്തെ ആള് വൈദികനാണ്, MCB സഭയിലെ വൈദികനാണ്. മൂന്നാമത്തെ മോള് വിവാഹം കഴിഞ്ഞു, അവളൊരു അധ്യാപികയാണ്. അവളുടെ ഭർത്താവും 2 പേരും ശുശ്രൂഷയ്ക്ക് പോകുന്നവരാണ്. യൂത്തിൻ്റെ അകത്ത് സജീവമായി പ്രവർത്തിക്കുന്ന അവർ 2 പേരും അങ്ങനെ ആ മേഖലയിൽ പോകുന്നു. അച്ഛൻ എന്ത് ചെയ്യുന്നു? മകൻ ഒരാൾ അച്ഛനുണ്ടെന്ന്. അച്ഛൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒത്തിരി വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെന്താണ് സംഭവം? അത് അച്ഛന് സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാലിനൊരു പ്രശ്നം വന്നു. അത് പരിശോധനയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ബോൺ ക്യാൻസർ ആണെന്ന് തെളിയുന്നു. രണ്ടാമത് അത് 3ാമത്തെ സ്റ്റേജ് കഴിഞ്ഞ് 4ാമത്തെ ആ സ്റ്റേജിലോട്ട് എത്തി. അങ്ങനെയൊരു അവസ്ഥയിലാണ് ഇതിന്റെ വ്യക്തമായി കിട്ടുന്നത്. അപ്പൊ അത് ചെന്നൈ വെച്ചാണ് എൻ്റെ അപ്പോളോ ആശുപത്രിയിലാണ് കൊടുത്തിരുന്നത്. ഈ റിസൾട്ട് എൻ്റെ കിട്ടുന്ന സമയത്ത് അച്ഛൻ താഴത്തെ നിലയിലുണ്ട്, ഞാൻ മുകളിലുണ്ട്. മുകളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ യവമാലയും ചൊല്ലി ഞാൻ അവിടെ നിൽക്കുകയാണ്. എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇത് ബോൺ ക്യാൻസർ ആണെന്ന് ഇത്ര എത്തിയെന്നുള്ളൂ പറഞ്ഞു. വേറെ ആർക്കും അറിയത്തില്ല. ഈ മകനും അറിഞ്ഞുകൂടാ? ഇല്ല. സന്തോഷത്തോടെ താഴെ ഇപ്പുണ്ട്. കാലും സെമിനാരിയിൽ എത്ര വർഷം പഠിക്കുന്നത്? എന്തോ സെമിനാരിയിൽ ഫിലോസഫി പഠിപ്പിക്കണം. അന്ന് രാത്രി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈശോ ക്രൂസിൽ കിടന്ന് ശരിക്കും മരിക്കുന്ന സമയത്ത് ഈശോയുടെ ഭയങ്കരമായ ആ വരിഞ്ഞു മുറുക്കലും ആ വിമിഷ്ടവും എല്ലാം ഞാൻ കണ്ടു. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് അന്ന് ഇറങ്ങിയിട്ടില്ല, പക്ഷെ ഞാൻ കണ്ടു. ഉടൻ തന്നെ അവിടെ ഈശോ ഉത്ഥാനം ചെയ്ത് പ്രഭയോടെ നിൽക്കുന്നതും കണ്ടു. അതോടെ അതങ്ങ് മാറിപ്പോയി. എനിക്ക് തോന്നി എന്തോ ദൈവിക ഇടപെടൽ ഇതിനകത്തെല്ലാം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് പിന്നീട് നാട്ടിൽ വന്ന ലേ സ്റ്റോറിൽ വെച്ച് ആണ് ഡോക്ടർ പറയുന്നു കാല് മുട്ടിന് മുകളിൽ വെച്ച് മുറിക്കാതെ യാതൊരു മാർഗവുമില്ല. അപ്പൊ ശരിക്കും ഒരു സംശയം തോന്നിയില്ലേ? അവിടെ വെച്ച് കണ്ട ആ ദർശനം, ഈശോയുടെ ക്രൂശീകരണം, അതിനുശേഷം ഉത്ഥാനം ചെയ്ത ക്രിസ്തു. പക്ഷെ ചികിത്സയൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വന്ന് അടുത്ത ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഡോക്ടർ പറയുന്നത് കാല് മുറിക്കണമെന്ന് പറയുന്നു. അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോയില്ല. ഇല്ല. എല്ലാം ദൈവത്തിന്റെ പരിപാലനയിലാണെന്നുള്ളത് എന്തോ ദൈവത്തിന്റെ കൃപയിൽ എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ കിടക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിനെ സ്വാധീനിച്ച് അവിടുത്തെ പ്രൊൺസിയാളച്ചൻ വന്നൊരു പ്രാർത്ഥന ചൊല്ലിയത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം വന്നിച്ച് പറഞ്ഞു, പ്രാർത്ഥിച്ച് ഒറ്റ വചനം ഞാൻ പറയാം. അതായത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ രോഗത്തെ അങ്ങയുടെ കരങ്ങളിൽ നിന്ന് സന്തോഷപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെ ഒരു പ്രാർത്ഥന മുമ്പും കേട്ടിട്ടില്ല, പിമ്പും കേട്ടിട്ടില്ല. അപ്പൊ ദൈവത്തിന്റെ പദ്ധതിയിലാണ് ഇത് നടക്കുന്നതെന്ന് ഒന്നുകൂടെ എനിക്ക് ഉറപ്പായി. അവസാനം ഡോക്ടർ പറഞ്ഞു കാല് മുറിക്കണമെന്ന് പറഞ്ഞു. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നോ? അതിലൊന്നും ഒരു ഇത് തോന്നി. ദൈവത്തിന്റെ കരങ്ങളിൽ വിട്ടെറിഞ്ഞ് കൊടുത്തതാണല്ലോ, സമ്പൂർണ്ണമായിട്ട് കർത്താവിന് കൊടുത്തത്. ഞാൻ അതായത് ഒരു പ്രാവശ്യം ഇങ്ങനെ ഈ കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൗണ്ട് അങ്ങ് പോയിട്ട് പിടികിട്ടുന്നില്ല എന്നുള്ളവർ ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. ഇവർ ചെയ്യാവുന്ന മരുന്ന് മുഴുവൻ ചെയ്യുന്നുണ്ട്, ഒന്നും പറ്റുന്നില്ല, കൗണ്ട് കണ്ടുപോകാനും താഴോട്ട് പോകാണ്, വല്ലാത്ത അവസ്ഥ. അപ്പൊ ഗംഗാധരൻ ഡോക്ടർ മുറി വന്നിച്ച് ഇറങ്ങിപ്പോയി. എനിക്കും മുഖം തരാതെ അതേ ഇറങ്ങിപ്പോയി, പുറകെ ഓടി. എന്നിട്ട് അദ്ദേഹം തിരിഞ്ഞു പോലും നിൽക്കാതെ ഞാൻ ഓടുന്നത് കണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കാര്യം വളരെ മോശമായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നതെന്ന് പറഞ്ഞു ഡോക്ടർ സ്ഥലം. അപ്പൊ ഞാൻ തിരിച്ചു വന്നിച്ച് മുറിക്കകത്ത് കിടക്കുന്ന മകന് എനിക്ക് സമനില കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. രണ്ട് കാര്യം ഞാൻ പ്രാർത്ഥിച്ചു. ഒന്ന്, കർത്താവേ, നിന്റെ മുതല് നോക്കാൻ ഏൽപ്പിച്ചവരാണ് ഞങ്ങൾ, നിനക്ക് ഇഷ്ടം പോലെ കൊണ്ടുപോകാം, പക്ഷെ ഒരു കാര്യം തരാമോ, ഒരു ബലി അർപ്പിച്ച് കാണാൻ മാതാപിതാക്കന്മാർക്ക് കൊതിയുണ്ട്, അതുകൊണ്ട് അന്ന് നീ കൊണ്ടുപോക്കോ, ബലി അർപ്പിച്ച് തീരുമ്പോൾ മരിച്ചോട്ടെ, ഒരു ബലി. അത് ഞാൻ പ്രാർത്ഥിച്ചു. അത് സാധ്യമാവുന്ന തോന്നിയായിരുന്നു? കാല് മുറിച്ചായിരുന്നു ആ സമയത്തേക്ക്? ഞാൻ കാല് മുറിച്ചു. അന്ന് മുറിച്ചിട്ട് ഇരിക്കുന്ന സമയമാണ്, കാല് മുറിച്ചിട്ട് കിടക്കുന്ന സമയമാണ്. അതെ. പക്ഷെ അപ്പോഴും അവസ്ഥ വളരെ മോശമാണ്. കാല് മുറിച്ച് കഴിയുമ്പോഴും അത് കഴിഞ്ഞിട്ട് പിന്നെ ലങ്സിന്റെ അകത്ത് പ്രശ്നം വന്നു. ഒരു ശ്വാസകോശവും എടുത്ത് കളഞ്ഞു. അത് ശരി. 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ശ്വാസകോശവും എടുത്ത് കളഞ്ഞു. അന്നേരവും ഇത് ഇങ്ങനെ അതിനു മുമ്പ് തന്നെ അവര് തിരിച്ചെടുത്തിരുന്നു. എന്നോട് പല അച്ഛന്മാര് തന്നെ പറഞ്ഞു, അംഗവൈകല്യം ഉണ്ട്, ഇനി വൈദികനാകാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞത്. പക്ഷെ ഏറെക്കുറെ ഉറപ്പിച്ചായിരുന്നു, ഇനിയിപ്പം വൈദികനാകാൻ സാധിക്കില്ല, കുർബാനയെല്ലാം പറ്റത്തില്ല,
കാരണം ഒരു കാല് മുറിച്ചു. അത് എവിടെ വെച്ചാ? മുട്ടിന് മുകളിൽ വെച്ചു. മുട്ടിന് മുകളിൽ വെച്ചാൽ മുറിച്ചു. ഒരു ചെറിയ കൈവിരലിന്റെ മാറ്റം ഉണ്ട് പോലും. ഞാൻ ഓർക്കുന്നു അച്ഛൻ നമ്മുടെ ഷെക്കന ടെലിവിഷന്റെ യെസ് ലോഡ് എന്നുള്ള ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത കാര്യമൊക്കെ അല്ലേ? നമ്മുടെ പ്രേക്ഷകർക്ക് ആ പഴയ എപ്പിസോഡുകൾ, യെസ് ലോഡ് എന്ന പ്രോഗ്രാമിന്റെ പഴയ എപ്പിസോഡുകൾ ഒന്ന് നോക്കിയാൽ ബ്രദറിന്റെ മകന്റെ ജീവിതാനുഭവങ്ങൾ ഫാദർ ജെയിംസ് തെക്കഞ്ചേരിക്കുന്നേൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ പഴയ എപ്പിസോഡ് കാണാൻ പറ്റും. അപ്പോൾ അത്രമാത്രം വലിയ ഒരു സഹനത്തിലൂടെയാണ് അങ്ങയുടെ മകൻ ഒരു വൈദികനായി തീർന്നത്. അങ്ങയുടെ പ്രാർത്ഥന പോലെ തന്നെ ഇന്നിപ്പം 5 വർഷം കഴിഞ്ഞ് 6ാമത്തെ വർഷത്തിലേക്ക് കയറി. ഒരു ബലി ചോദിച്ചിട്ട് ഇന്ന് 6ാമത്തെ വർഷം. ഒന്ന്. രണ്ടാമത് ഞാൻ അതിന് ശുശ്രൂഷയിൽ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതിനേക്കാൾ ഇരട്ടിയായിട്ട് അദ്ദേഹം ഇന്ന് ബലിയിൽ നിന്ന് ഈ കാല് മുറിച്ചതിന് ശേഷം ഈ വെപ്പുകാല് വെച്ചുകൊണ്ടാണോ അദ്ദേഹം കുർബാന അർപ്പിച്ചത്? അതെ. അതിൻ്റെതായ പ്രയാസങ്ങളും ഇവിടെ ഒടുകിനൊക്കെ വേദനയും പ്രയാസവും ഒക്കെ ഉണ്ട്. അതൊന്നും അപ്പൊ ഇങ്ങനെ വികലാംഗനായി തീർന്ന ഒരാളെ സഭയിൽ വീണ്ടും എടുക്കുന്നതിന് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അവര് കൗൺസിലർ കൂടി പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് അങ്ങനെ തീരുമാനം കിട്ടി. അതിനുശേഷം പിന്നീട് എന്നോട് അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അച്ഛൻ പറഞ്ഞു, ചോദിച്ചേട്ടാ ഈ 2.5 വർഷക്കാലം മുഴുവനും ഞങ്ങൾ നിങ്ങളെ പഠിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. എനിക്കൊന്ന് മനസ്സിലായി. ഞങ്ങൾ നിങ്ങളെ പഠിക്കുകയായിരുന്നു. ഈ രോഗം വർദ്ധിച്ചപ്പോൾ എങ്ങനെ നിങ്ങൾ ദൈവത്തോട് ഇടപെടുന്നു, എങ്ങനെ MCB സഭയിലുള്ള ആൾക്കാരോട് എങ്ങനെ ഇടപെടുന്നു, പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട്, ദൈവാനുഗ്രഹത്താൽ ഒന്നും ഞങ്ങളുടെ വായിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ വന്നില്ല. അത് അവർ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം ഞാൻ അറിയുന്നു. നമ്മളാരെയും നെഗറ്റീവായിട്ട് കാണുകയോ സംസാരിക്കുകയോ ചെയ്തില്ല. ദൈവത്തെ കുറ്റം പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. സഭയെ കുറ്റം പറഞ്ഞില്ല. ഇല്ല. അതെന്തോ കൃപയാൽ നമുക്ക് ഇങ്ങനെ വന്നല്ലോ എന്നുള്ള പരാതിയും പറഞ്ഞില്ല. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം തന്നതാണ്. ആ പുരോഹിതനാകാൻ വേണ്ടി വിളിച്ചോണ്ട് പോയത് നീയാണ്. ഇനി പരിപൂർണ്ണ അധികാരം നിന്റേതാണ്. നീ കൊണ്ടുപോകണമെങ്കിൽ ഈ കാലയളവിൽ ഒരു വിശുദ്ധനായിട്ട് സ്വർഗത്തിൽ ചെല്ലുമെന്ന് എനിക്കറിയാം. 16 വയസ്സുള്ള കൊച്ച് അന്ന് സെമിനാരിൽ പോയതാണ്. ഈ കണ്ടീഷനിൽ മരിക്കുകയാണെങ്കിലും ഒരു വിശുദ്ധനായിട്ട് തമ്പുരാന്റെ അടുക്കൽ ഡൊമിനിക് സഭയെ പോലെ ചെല്ലുമെന്ന് ഉറപ്പുണ്ട് എനിക്ക് ആ കാര്യത്തിൽ. അതുകൊണ്ട് കൊണ്ടുപോകും. പക്ഷെ ഞങ്ങൾക്ക് സഹിക്കാനുള്ള ശക്തി കിട്ടും. പിന്നെ ഒരു ബലി കാണാൻ ആഗ്രഹമുണ്ട്. അത് ദൈവം കിട്ടും. അങ്ങനെ കുർബാനയൊക്കെ ഭംഗിയായിട്ട് നടന്നു. എല്ലാം ഭംഗിയായിട്ട് നടന്നു. മരിക്കുമ്പോൾ ഇതായിരുന്നു ചെമ്മലമറ്റം പള്ളി വെച്ച് തന്നെ. അച്ഛൻ ഇപ്പൊ കാലടിയിലാണ്. കാലടി ദിവ്യകാരുണ്യ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുക. അതെ. ഫാദർ ജെയിംസ് തെക്കഞ്ചേരിക്കുന്നേൽ MCBS ഇന്ന് ധ്യാനിപ്പിക്കാനൊക്കെ പോകുന്നുണ്ടോ? കൊണ്ടുണ്ട്. മിക്കവാറും മുഴുവൻ സമയം എന്ന് പറഞ്ഞ പോലെ ഇടവക ധ്യാനങ്ങൾ, സിസ്റ്റേഴ്സിന്റെ ധ്യാനങ്ങൾ, സെമിനാരി സ്റ്റുഡൻസിനുള്ള ധ്യാനങ്ങൾ ഈ വെപ്പുകാലൊക്കെ അതുകൊണ്ട് പോകും. ഈയിടെ ഗുജറാത്തിലുണ്ടായിരുന്നു, രാജസ്ഥാനിലുണ്ടായിരുന്നു. തന്നെത്താനെ പോയി. ഈ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ അതൊന്നും ബാധിക്കുന്നില്ല, കണക്കിലെടുക്കുന്നില്ല. ഒത്തിരി സഹനശക്തി ദൈവം കൊടുക്കുന്നുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്രമാത്രം വേദനകളിലൂടെയൊക്കെ കടന്നുപോയെങ്കിലും അതെല്ലാം ശരിക്കും ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു ഊർജമായിട്ട് മാറുകയാണ് ചെയ്തത് അല്ലേ? അയാൾ വീട്ടിൽ കിടന്ന സമയത്ത് ഇങ്ങനെ കാലം മുറിച്ച് ആശുപത്രിയിലാണ് തന്നിരിക്കുന്നത്. ആരണ്ടോ ഇങ്ങനെ കൈവച്ച് പറഞ്ഞു, ഈശോ നീ എന്നാ ചെയ്യും, അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു. അന്നേരം ആ കിടന്നോട് കിടപ്പിൽ പറഞ്ഞു. കാരണം ജോൺ പോൾ മാർപ്പാപ്പയ്ക്ക് എത്ര ശ്വാസകോശം ഉണ്ടെന്ന് ചോദിച്ചു. അത് 2 കാലമില്ലാത്തവർ ഇന്ന് ലോക പ്രശസ്തരായിട്ട് നടന്നില്ലെന്ന് ചോദിച്ചു. അതുകൊണ്ട് എന്റെ കാലം ഒന്നല്ലേ മുറിച്ചുള്ളൂ, ഒരു ശ്വാസകോശമല്ലേ പോയുള്ളൂ. ആ ഒരു വാക്ക് അങ്ങനത്തെ വാസ്തവത്തിൽ അത് ഈശോ കൊടുക്കുന്നതാണ്. അതെ. അയ്യോ ആണോന്ന്. അങ്ങയുടെ ജീവിതം മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരുപാട് ബാല്യത്തിലെ മുറിവേറ്റ അനുഭവങ്ങൾ, പിന്നീട് ദൈവം നടത്തിയ അനുഭവങ്ങൾ, ഇപ്പോൾ മകന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എല്ലാം കൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ ആകെ മൊത്തത്തിൽ ടോട്ടൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ദൈവത്തിന്റെ സ്നേഹം അനന്തമാണ്. ദൈവത്തിന്റെ കണ്ണിലുണ്ണി പോലെ ദൈവം പരിപാലിക്കുന്നു. തീയിലൂടെ നടന്ന മോനെ ഞാനും ഉണ്ടടാ കൂടെ. വേറൊന്നും പറയാനില്ല. വെള്ളത്തിലൂടെ നടന്ന ഞാനും ഉണ്ട് നിന്റെ കൂടെ. അതിന്റെ മുകളിൽ വെള്ളം കയറി നീ ചാകര, തീക്കകത്ത് നീ ബന്ധു പോകുകയില്ല. നമ്മുടെ സകലമാന പ്രശ്നങ്ങൾക്കും മുകളിലാണ് നമ്മുടെ കർത്താവ്. ആ സ്നേഹം നമുക്കൊന്ന് അനുഭവിക്കാൻ പറ്റിയാൽ, ആ സാന്നിധ്യത്തെ ഒന്ന് രുചിച്ചറിയാൻ പറ്റിയാൽ എല്ലാ പ്രശ്നങ്ങളും അവിടെ തീരാനുള്ളതേ ഉള്ളൂ. ഏത് പ്രതിസന്ധിയെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും കർത്താവിന്റെ കൈപിടിച്ച്. അങ്ങയുടെ കുടുംബജീവിതമൊക്കെ വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നല്ലേ? അങ്ങയുടെ ഈ അനുഭവങ്ങൾ അനേകർക്ക് ഈ കാലഘട്ടത്തിലും പ്രയോജനപ്രദമായി തീരുന്നു. പിന്നെ ഈ കുർബാന ആണ് എൻ്റെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദു.
ഒരു ദിവസം പോലും അങ്ങ് പരിശുദ്ധ കുർബാന മുടക്കാറില്ല? കുർബാന പരമാവധി മുടക്കാറില്ല. എനിക്ക് അത്ര എന്തെങ്കിലും മേലത് ഈ വാദത്തിന്റെ ഒക്കെ പ്രശ്നം വന്നപ്പം കടന്നുപോയി തിരുമ്പി കടന്നു. എല്ലാ സമയത്തെല്ലാം കുർബാനാണ്. ലോക്ക്ഡൌൺ കാലത്ത് വലിയൊരു ഭാഗ്യം കർത്താവ് തന്നു. അന്ന് MCBs അവരുടെ ഹൗസ് രോഗികൾക്ക് വേണ്ടി കൊടുത്തു. അപ്പൊ പിന്നെ ശ്വാസകോശത്തിന് അസുഖങ്ങളുണ്ട്. അച്ഛനോട് പറഞ്ഞല്ലോ വണ്ടിയൊക്കെ നിർത്തുന്നതിന് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ അച്ഛൻ വന്ന വഴിക്ക് കുർബാന വീട്ടിൽ ചെല്ലാനുള്ള എല്ലാ അനുവാദം വാങ്ങിച്ചുകൊണ്ട് വന്നു. എൻ്റെ പൊന്നു മുതലേ എൻ്റെ വീടിൻ്റെ അകത്ത് ബലി അർപ്പിച്ചു. ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താ പറയുന്നത്, ഈ പിന്നെ ലോക്ക്ഡൗണിൽ ഒത്തിരി കുർബാന അധികം മുടങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ കുർബാന അർപ്പിക്കാൻ പറ്റും. അച്ഛൻ ഇങ്ങനെ ഒരു സ്പെഷ്യൽ അനുവാദം കിട്ടി, സഭ കൊടുത്തിരിക്കുന്ന കാരണം കിട്ടി. അതുകൊണ്ട് ബലി അർപ്പിച്ചെടുത്ത് ഞാൻ വിശുദ്ധീകരണത്തിന്റെ ബലിമയുടെ മേൽ സ്വസ്തി എന്ന് പറഞ്ഞ് വൈദികൻ അവസാനം ചുംബിക്കുമ്പം ഈശോയുടെ കബറിടത്തെങ്കിൽ ഒരു ചുംബനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അവസാനം എൻ്റെ വീട്ടിൽ ബലിയർപ്പിച്ച ഒരു കസേര, ഒരു മേശയുണ്ട്. ആ മേശയിൽ ആരും ഇല്ലാത്തടത്ത് ഞാൻ പോയി ചുംബിക്കും. എനിക്ക് അനുഭവമാണ്. എൻ്റെ വീട്ടിൽ തന്നെ ബലിയർപ്പിക്കാൻ പറ്റുന്നുള്ള ഏറ്റവും വലിയൊരു അനുഭവം. ശരിക്കും പറഞ്ഞാൽ ഈ പരിശുദ്ധ കുർബാന അർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസികൾ വെറുതെ പോയി എന്തോ ഒരു കാഴ്ച കണ്ട് നിന്നിച്ച് പോരുന്ന ഒരു കാര്യമല്ല. ഈശോയുടെ ജനന മരണ പുനരുത്ഥാന അനുഭവങ്ങളൊക്കെ നമ്മൾ അങ്ങ് അനുഭവിക്കുക. എനിക്കത് ഒത്തിരി അനുഭവങ്ങളുണ്ട് കുർബാനയിൽ തുടങ്ങുമ്പോൾ മുതൽ അവസാനം വരെ. എന്താ ആ ഓരോ പ്രാർത്ഥനയോടും കൂടി എൻ്റെ മനസ്സ് ഇങ്ങനെ നീങ്ങുമ്പോൾ ആ പ്രാർത്ഥന എന്തോ അത് ഞാൻ അനുഭവിക്കുക. ധ്യാനമന്ദിരത്തിൽ വെച്ച് ദൈവസ്നേഹത്തെക്കുറിച്ച് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ സ്നേഹം അനുഭവിച്ചതുപോലെ കുർബാനയിൽ ഓരോ പ്രാർത്ഥനയും ചെല്ലുമ്പോൾ അപ്പം തന്നെ അത് എനിക്ക് അനുഭവപ്പെടുക. എൻ്റെ കണ്ണ് നിറഞ്ഞ് ഒഴുകി ഇങ്ങനെ എല്ലാം മറന്ന് ഞാൻ ദിവ്യബലിയിൽ നിൽക്കുന്ന അനുഭവം. അങ്ങ് പറഞ്ഞു വരുന്നത് കുർബാന വെറും ഒരു നമ്മൾ ചുമ്മാ ഒരു കാഴ്ചക്കാരായിട്ട് പോയി നിൽക്കാതെ നമ്മൾ ബലി അർപ്പിച്ച് നമ്മൾ അതിന്റെ ഭാഗമായി മാറണം. അപ്പോഴാണ് നമുക്കത് അനുഭവമായി തീരുന്നത്. അങ്ങനെ ഇത് എല്ലാ ദിവസവും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? മിക്കവാറും എനിക്ക് കൊണ്ട് ഒരു 3 മണി 3:30 ചിലപ്പോൾ 2 മണിയൊക്കെ ആകുമ്പോൾ കർത്താവ് എഴുന്നേൽപ്പിക്കും. പിന്നെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി ദാഹിച്ച് കൊലിച്ച് ഇങ്ങനെ പറയുള്ളൂ. ബലിക്ക് വേണ്ടി അകന്ന ഒരുക്കവും അടുത്ത ഒരുക്കവും ഏറ്റവും അടുത്ത ഒരുക്കവും. ഇത് ബലി, ഏകബലി, ആദ്യത്തെ ബലി, അവസാനത്തെ ബലി എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. ആ ഒരു ബോധ്യം വെച്ച് ഞാൻ ഒരുങ്ങി പോകുന്ന സമയത്തെല്ലാം എന്നെ കർത്താവ് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എനിക്ക് തന്നു. 44 വർഷം മുമ്പാണല്ലോ ആദ്യത്തെ ഒരു ദൈവാനുഭവമൊക്കെ ഉണ്ടായത്. അപ്പൊ അതിനുശേഷം ഈ 4 ദശാബ്ദക്കാലത്തിലധികമായിട്ടും ഇപ്പോഴും ഇതേ അനുഭവത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ശരിക്കും അതിന്റെ രഹസ്യം എന്താ? നമുക്കൊരു ചുരുങ്ങിയ വാക്കുകളൊന്ന് പറഞ്ഞു. ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞാൽ എൻ്റെ പിന്നെ കൗദാശിക ജീവിതം, കുമ്പസാരം, അത് നീണ്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ അനുഭവത്തിലേക്ക് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ചെറിയ പൊടി തെറ്റുകൾ പോലും ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കും. പിന്നെ ഒരു ആത്മീയ ഗുരുവുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുക്കൽ എല്ലാം തുറന്നു വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടും അനുഗ്രഹത്തോടും കൂടി പോകുന്നുള്ളൂ. അങ്ങനെ പോകാൻ പറ്റും. പിന്നെ എനിക്ക് വചനം എൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വമായിട്ട് എനിക്ക് മാറും. വചനം ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് കടന്ന അനുഭവങ്ങളും, എനിക്ക് ഭയങ്കര വിഷമമുണ്ടായ സമയത്ത് ഞാൻ വചനം കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞ കർത്താവ് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് തുറക്കുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങളും. ഇപ്പോഴാണ് എനിക്കൊരു വചനം വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ അതിൻ്റെ ഉൾക്കാഴ്ചകളും ഇണവചനങ്ങളും ഒക്കെ കർത്താവ് ഇങ്ങനെ തരാമെന്ന വിധത്തിൽ കണ്ണുമറിയാൻ തുടങ്ങും. അങ്ങയിലൂടെ ദൈവം ആരംഭിച്ച ആ ശുശ്രൂഷ ഇപ്പൊ അങ്ങയുടെ മകനിലൂടെ അങ്ങയിലൂടെ ചെയ്തതിനേക്കാൾ അധികമായിട്ട് പ്രത്യേകിച്ച് ഒരു വൈദികൻ എന്നുള്ള നിലയിൽ ആ ശുശ്രൂഷ ഇപ്പോഴും ദൈവം തുറന്നുകൊണ്ടിരിക്കുക. ജീവിതത്തിൽ മുഴുവൻ നമുക്ക് കർത്താവിന് നന്ദി പറയാനേ ഉള്ളൂ, വേറൊന്നുമില്ല. നമ്മുടെ ദൈവജനത്തോട്, നമ്മളെ കേൾക്കുന്നവരോട് അങ്ങേക്ക് എന്താണ് അവസാനമായിട്ട് അവരോട് നേരിട്ട് പറയാനുള്ളത്? ദേവാലയത്തോടും ബലിപീഠത്തോടും പറ്റിച്ചേർന്ന ഒരു ജീവിതം നയിച്ചാൽ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്കും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ ഉത്തരം ദൈവം തരുന്നുണ്ട്. അൾത്താരയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കുർബാനയ്ക്ക് മുമ്പ് സമർപ്പിച്ച് നമ്മുടെ കണ്ണുനീരും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ വേദനകളും അൾത്താരയിൽ മുന്നേ കൂട്ടി അപ്പത്തോടും ബലിയോടൊപ്പം അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേൽ അഗ്നി ഇറങ്ങും. അതിൻ്റെ മേൽ കർത്താവിൻ്റെ കൃപ ഉറങ്ങും. അത് കർത്താവ് പരിഹരിക്കപ്പെടുകയോ അല്ലെങ്കിൽ അത് സ്വീകരിക്കാനുള്ള ശക്തിയോ തരും. അപ്പം കൗദാശിക ജീവിതത്തിൽ നിന്നും വചനത്തിൽ നിന്നും വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നിന്നും അകലാതിരുന്നാൽ ഒരിക്കലും ഒരു ആത്മീയ പൈതൽ തകരുകയില്ല. വളരെ നന്ദി ബ്രദറെ. അങ്ങയുടെ ഇത്രയും തീപിടിച്ച അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് നിശ്ചയമായിട്ടും ഈശോയോടും സഭയോടും കൗദാശിക ജീവിതത്തോടും ഒക്കെ ഒരു പടി കൂടെ കുറച്ചുകൂടെ ആഴമേറിയ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരാൻ
നിശ്ചയമായിട്ടും അങ്ങയുടെ ഈ അനുഭവങ്ങൾ കാരണമായി തീരും. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ.